എൻ്റെ പേര് ബിജു. ഞാൻ കൊച്ചി എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 4 2022 ഞാൻ ക്വാളിഫൈഡ് ആണ്. ഞാൻ IIM കോഴിക്കോട് പഠിച്ച ഒരാളാണ്. സോ ഞാൻ ജീവിതത്തിൽ മൊത്തം ഒരു മെറിറ്റിൽ ജീവിച്ച ഒരാളാണ്. മീൻസ് എപ്പോഴും നമ്പർ 1 ആയിരുന്നു. കോളേജിലായാലും സ്കൂളിലായാലും എപ്പോഴും നമ്പർ 1 ആയിരുന്നു. ഞാൻ ഏത് മേഖലയിൽ പോയാൽ പോലും ഞാൻ അന്നത്തെ നമ്പർ 1 ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ 4 എനിക്കൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ദുബായിയുടെ കമ്പനിയിൽ. അപ്പോൾ ഞാൻ പാസ്സായി. ഏറ്റവും ബെസ്റ്റായിരുന്നു ഞാൻ. പക്ഷേ കമ്പനി ഫെബ്രുവരി ആയിട്ടാണ് പറഞ്ഞ് നിങ്ങൾക്ക് വർക്ക് വിസ എല്ലാം ശരിയാക്കി തരാം, ഓക്കെ റെഡി ആയിട്ട് വെച്ചോ. 9 മാസമായി. കുറേ നാൾ ഒരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു കമ്പനിയുടെ എന്താണ് ഇതിന് കാരണം എന്താണെന്ന്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ സാമ്പത്തികമായ പ്രശ്നം, ഫാമിലി ഉണ്ട്, എനിക്കൊരു ചെറിയ കൊച്ചുണ്ട്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത്, നീ പോയി കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്ക്, അത് കഴിഞ്ഞിട്ട് മാതാവ് അതിനകത്ത് ഇടപെടും. അപ്പോൾ ഒരു ഓഗസ്റ്റ് ആയപ്പോൾ കമ്പനി എന്നോട് പറഞ്ഞു, ബിജുയുടെ പേരിൽ ബിജുയുടെ വിസ ബ്ലാക്ക് ലിസ്റ്റാണ്. ബിജുയുടെ പേരിലുള്ള വേറൊരാൾ, ആ സെയിം ഫോട്ടോ ഒരാൾ UAE എന്തോ ചെക്ക് എടുത്തു. അതിൻ്റെ പേരിൽ 2 പ്രാവശ്യം കമ്പനി അപ്ലൈ ചെയ്തിട്ട് വർക്ക് വിസ ക്യാൻസലായി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്കത് ഒരു വിസിറ്റ് വിസയിലോട്ട് കൊണ്ടുപോകാം, ഓഗസ്റ്റിൽ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഷുവർ അല്ല. കമ്പനി ഇങ്ങനെ സമയം എടുത്തുകൊണ്ടിരിക്കുന്നു, പറയുന്നു. പിന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. 2 ആഴ്ച കൂടുമ്പോൾ പറയും വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ നിരന്തരമായിട്ട് ഈ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും ജൂൺ 4 തൊട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും എൻ്റെ ജീവിതം ടോട്ടലി ഞാൻ മാറ്റി. ഞാൻ ഈ കാര്യം മാത്രമല്ല, വേറെ 5-6 കാര്യങ്ങളുണ്ട്. അതുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം മൊത്തം മാറ്റിക്കളഞ്ഞു. അപ്പോൾ കമ്പനി അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, കുഴപ്പമില്ല, ഫോട്ടോ ഒന്ന് മാറ്റിയതാ. ഇപ്പോൾ സെപ്റ്റംബർ 13 എനിക്ക് വർക്ക് വിസ കിട്ടി, ദുബായിലോട്ട് പോകാനുള്ളത്. എല്ലാ തടസ്സങ്ങളും മാറി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന് 1000 നന്ദി. പിന്നെ ഞാൻ പറയാനുള്ള ഒരു കാര്യം, എനിക്ക് ഈ ഉടമ്പടിയുടെ അർത്ഥം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ജോസഫ് അച്ഛൻ്റെ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ ഈ മെറിറ്റ് എന്താണെന്നും ഗ്രേസ് എന്താണെന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ജനിച്ച കാലം തൊട്ട് ഞാൻ എപ്പോഴും നമ്പർ 1 ആയതുകൊണ്ട്, ഏത് സ്ഥലത്ത് പോയാൽ പോലും ഞാൻ നമ്പർ 1 ആയതുകൊണ്ട് നമ്മളെപ്പോഴും മെറിറ്റിനാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ മെറിറ്റ് തീരുമ്പോൾ ഈ ഗ്രേസ് വരുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഉടമ്പടി എന്നെ പഠിപ്പിച്ചു തന്നെ. മാതാവിൻ്റെ ഇടപെടലുണ്ടായാൽ ഈ ഗ്രേസ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും പൂർണ്ണത വരുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ലിസ്റ്റായിട്ട് മാതാവല്ലാതെ വേറൊരാൾക്കും ഇതിനകത്ത് എന്നെ ഇടപെട്ട് എന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു അതില്ല. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടല്ല. ഉടമ്പടി നിങ്ങൾക്കൊരു പ്രോബ്ലംസിൽ നിന്ന് മാറ്റാനുള്ളതല്ല. ഉടമ്പടി ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ജീവിത മാർഗശൈലിയാണ്. മാതാവിനെ കൂടെ കൊണ്ടുപോയി ഈശോനെ കൂടെ നടത്തിയിട്ട് എന്ത് പ്രശ്നങ്ങളിലും നിങ്ങൾ അതിജീവിക്കാൻ നിങ്ങൾക്കൊരു വലിയ ശക്തി തരുന്നുണ്ട് ഈ ഉടമ്പടി. ഇതൊരു എസ്കേപ്പിസം അല്ല, ഇത് എന്താ പറയുന്ന ഒരു ജസ്റ്റ് ഒരു ഈസി വേ അല്ല. ഇതൊരു ജീവിതശൈലിയാണ്. നിങ്ങൾ മാതാവിനോടൊരു ലൈഫ് ലോങ് ഒരു റിലേഷൻഷിപ്പ്, ഒരു കവനൻ്റാണ് നിങ്ങൾ സൈൻ ചെയ്യുന്നത് അന്നത്തെ. അപ്പോൾ അതിൻ്റെ ഫലമാണ് ഈ മിറക്കിൾ. പിന്നെ രണ്ടാമത്തെ ഒരു മിറക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മദർ ഇൻ ലോയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ആളെപ്പോഴും പറയും, ആൾക്ക് 70 വയസ്സുണ്ട്, അപ്പോൾ എപ്പോഴും മൈഗ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ ആശുപത്രികൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഐ ബിലീവ് പറഞ്ഞ് ഈ ബ്ലെസ്ഡ് ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ച് മമ്മിക്ക് അത് കൊടുത്തു. അന്ന് കഴിഞ്ഞിട്ട് ആൾക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ സംഭവമില്ല. 10-12 വർഷമായിട്ട് വന്ന ഒരു പ്രശ്നങ്ങളാണ്, അത് മൊത്തം മാറ്റി തന്നെ മാതാവ്. അപ്പോൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ കുറേ സമാധാനമുണ്ട്, കുറേ എന്ന് പറഞ്ഞാൽ ജീവിതം ശരിക്കും എങ്ങനെ ജീവിക്കണം എന്ന് വരെ എന്നെ പഠിപ്പിച്ചത് മാതാവാണ്. അതിന് കോടാനുകോടി നന്ദി. നിങ്ങളെല്ലാവരും ഈ ഉടമ്പടി, ഈ ഒരു ശൈലി നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ 100% ഏത് കാര്യങ്ങൾ ചോദിക്കാലും അത് കിട്ടും, നേടാൻ പറ്റും എനിക്ക് വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോർജ് തോമസ്. ഞാൻ പത്തനംതിട്ട മെഴുവേലി ഇരുന്ന് വരിക. എല്ലാവരും ക്ഷമിക്കണം, എനിക്ക് മലയാളം അത്രയ്ക്ക് ശരിക്കും വരത്തില്ല. സോ മാക്സിമം ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇന്ന് സംസാരിക്കത്തേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ വന്ന് ഒരു എയർലൈൻ എംപ്ലോയി ആയിരുന്നു. 2020 കോവിഡ് കാരണം എൻ്റെ ജോലി പോയി. ഞാൻ ലാസ്റ്റായിട്ട് കോവാക്സിനും കോവിഷീൽഡ്സൊക്കെ നാട്ടിലോട്ട് കയറ്റി വിട്ടിട്ട് പിറ്റേ ദിവസം ഞാൻ കടന്നു ഉറങ്ങിയപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ജോലി പോയതായിരുന്നു. പിന്നെ 2-2.5 വർഷമായിട്ട് ജോലി ഒന്നും ഇല്ലായിരുന്നു. വളരെ
ബുദ്ധിമുട്ടി കൂടിയാണ് ഞാൻ പോയത്, ഞാനും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സഹായത്തിൽ ഞാനും പിന്നെ ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഒന്നും നടന്നിട്ടില്ലായിരുന്നു. ഒടുവിൽ എൻ്റെ അമ്മയുടെ അനിയത്തിമാർ 2 പേര് എനിക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു കൃപാസനത്തിലോട്ട് പോകാനായിട്ട്. ഞാൻ ഇങ്ങോട്ട് കൃപാസനത്തിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്തു, അവരെന്നെ സഹായിക്കുകയും ചെയ്തു. എടുത്ത് ഒരാഴ്ച ആയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 90 ദിവസം പോലും തികഞ്ഞിട്ടില്ല, ഉള്ള സത്യമാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ 6 ദിവസത്തിനുള്ളിലാണ് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നത്. ഒന്നാമത് സൗദിയിൽ നിന്നൊക്കെ വന്നായിരുന്നു, സൗദി എയർലൈൻസിൽ നിന്ന്. പക്ഷേ അവർ ഏജൻറ്റ് എനിക്ക് പൈസ ചോദിച്ചായിരുന്നു, എനിക്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2.5 വർഷമായിട്ട് ജോലിയില്ല. ആസ് എ ബ്രെഡ് വിന്നർ ഞാനായിരുന്നു, ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ അധ്വാനിച്ചുകൊണ്ടിരുന്നത്. അതിൽ പിള്ളേർ, അമ്മായിയമ്മ, അമ്മ, വൈഫ്, എല്ലാം മറ്റേ എല്ലാ കാര്യങ്ങളും. അത് കാരണം സ്കൂൾ വരെ ഞാൻ മാറ്റിയായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടി കൂടെ പോയിരുന്നു. അതില്ലാതെ ഞാൻ മെൻ്റലി ലൈക്ക് ഡിസ്റ്റർബായി, ഒത്തിരി സിക്കായിരുന്നു. ഒന്നില്ലാത്ത നിസാര കാര്യത്തിലൊക്കെ ഭയങ്കര ചൂടാവുമായിരുന്നു. പക്ഷേ ഒരാഴ്ചയിനുള്ളിൽ എനിക്ക് സൗദിയിൽ നിന്ന് എനിക്ക് ഉടമ്പടി എടുത്ത പിന്നീട് ഒരു ഓഫർ ലെറ്റർ വരുവാന്ന് വെച്ച് പറഞ്ഞാൽ ഇറ്റ്സ് എ മിറാക്കിൾ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാൻ ഇല്ല, നിവർത്തിയില്ല, അമ്മ ഏതെങ്കിലും ഒരു വഴി കാണിച്ച് തരണേന്ന് വെച്ച് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച തേട വരുന്നതുകൊണ്ട് എനിക്ക് ദുബായിൽ നിന്ന് വേറെ ഒരു ഓഫർ. അതും ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന, ആക്ച്വലി ഞാനൊരു എയർലൈൻസിൽ ഞാനൊരു റീജിയണൽ ഹെഡായിരുന്നു ULDയുടെ. സോ എനിക്കിപ്പോൾ അതേ ജോലി തന്നെ, ഞാൻ സാധാ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തത്. പക്ഷേ എനിക്ക് അമ്മ തന്നിട്ടുള്ള, ഞാൻ ഏത് ജോലിയിൽ നിന്ന് എന്നെ പുറത്തേ ഇറക്കി വിട്ടോ അവർ തന്നെ എനിക്ക് ആ ജോലി തന്നെ എനിക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് വളരെ, ഞാൻ എങ്ങനെ എത്ര നന്ദി പറഞ്ഞാലും അത് മനസ്സിലാത്തില്ല. അതേപോലെ രണ്ടാമത്തെ കാര്യം, എനിക്ക് മെഡിക്കലിൽ ഒരു ചെറിയ പ്രോബ്ലമായി. സൗദിയുടെ ഇത് എടുക്കാൻ പോയപ്പോൾ എക്സ്റേയിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, ചെറിയ പാച്ച് ഉണ്ടെന്ന് വെച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ വീണ്ടും ഞങ്ങൾ ചെന്ന് പോയി എടുത്തപ്പോൾ ആ പാച്ച് എവിടെ പോയെന്ന്, മാതാവിൻ്റെ കാശ് രൂപ വെച്ചുകൊണ്ടാണ് ഞാൻ പോയപ്പോഴത്തേന് എവിടെ ഇരുന്ന് ആ പാച്ച് മാഞ്ഞു പോയെന്ന് പോലും എനിക്കറിയത്തില്ല. ഇറ്റ്സ് എ മിറാക്കിൾ. മൂന്നാമത് ഞങ്ങളുടെ വീട് പണി ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 2020 ജോലി പോയത് കാരണം വീട് പണി നിർത്തിച്ചപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ എഞ്ചിനീയർ ലിജു എന്ന് വെച്ചിട്ടാ പേര്, പുള്ളിക്കാരൻ ഇങ്ങോട്ട് എനിക്ക് ഓഫർ ചെയ്തായിരുന്നു, ഇത്രയും പൈസ വേണം ഞാൻ തരാം, ജോർജ് ഇതേപോലെ തുടങ്ങിക്കോ, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തിക്കോ എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും എനിക്ക് മുമ്പിൽ പോലും അറിയാത്ത ആളായിരുന്നു. പുള്ളി ഇങ്ങോട്ട് എനിക്ക് മാക്സിമം ഒരു 7 to 8 lakh rupees എനിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടിയായിരുന്നു, പക്ഷേ ഇങ്ങോട്ടാണ് എനിക്ക് പുള്ളി ഹെൽപ്പ് ചെയ്ത്. അതിന് അവിടെയും മാതാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. നാലാമതായിട്ട് എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ പറയാനുണ്ട്. എൻ്റെ വൈഫിന് 11 വർഷമായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ ചൊറിച്ചൽ, അലർജി, പിന്നെ എപ്പോഴും തലവേദന. ഒരിടത്ത് പുറത്ത് പോയിട്ട് വരാൻ പറ്റത്തില്ല, പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പൊടി അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തലവേദനയാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച്, പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രതിഷ്ഠ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ഇത് പറഞ്ഞ പിന്നീട് ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാം അമ്മയുടെ കൃപയാണ്. ദൈവത്തിന് കോടാകോടി നന്ദി എനിക്ക് പറയണമെന്നുണ്ട്. അതിനേക്കാൾ ഞാൻ അനുഭവിച്ച ഒരു ഫീൽ ഞാൻ പറയുക. ഞാൻ സന്ധ്യാസമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുറകിൽ ആരോ ഒരു അമ്മ വന്ന് നിൽക്കുന്നതായിട്ടും കയ്യിൽ കൊന്തയം വെച്ചോണ്ടാ, അതായത് ഒരാഴ്ച ഓഫർ ലെറ്റർ വരുന്ന തലേ ദിവസം എൻ്റെ തോളത്ത്, വളത്ത് ഭാഗത്ത് തോളത്ത് കൊന്തയം വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് വിഷമിക്കേണ്ടെന്ന് വെച്ച് പറഞ്ഞത്. ഞാനത് വേറെ ആരോയാന്ന് വെച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ വൈഫിനോട്, എൻ്റെ മക്കളോടും ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കത്തില്ലേ, എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് വെച്ച് ഞാൻ ചോദിച്ചത്. അപ്പോൾ വൈഫ് പറയുക, ഞങ്ങൾ എവിടെ വന്നത്, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ആരും വന്നിട്ട് പോലില്ലെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമ്മയായിരുന്നെന്ന്. അതേപോലെ രണ്ടാമത് വേറെ ഒരു കാര്യം കൂടി, നമ്മുടെ ജോസഫ് അച്ഛനെ ഞാൻ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ വന്നിട്ട് അച്ഛൻ മുട്ടയിൽ നിൽക്കുന്നതായിട്ടും അമ്മ വന്ന് അവിടെ നിന്ന് ഷീ ഈസ് ഷോയിങ് ഹർ ഷവേഴ്സ്, ലൈക്ക് ബ്ലെസ്സിങ് ഷവേഴ്സ് അങ്ങോട്ട് അമ്മ ജോസഫ് അച്ഛന് കൊടുക്കുന്നതായിട്ടും ഞാൻ കണ്ടായിരുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നായിരുന്നു. ഞാൻ എങ്ങനെ അതേപോലെ എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഇത് ഞാൻ ഈ അമ്മയ്ക്ക് ഈ ആൾത്തറയിൽ വെച്ച് ഞാൻ വാക്ക് കൊടുക്കുന്നതാണ്. എൻ്റെ മരണം വരെ ഞാൻ കൊണ്ടുപോകും. അത് പിന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ അത് എല്ലാവരും പറയും, അതായത് അച്ഛൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി എടുക്കുന്നത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയെന്ന് വെച്ചാൽ. അതേപോലെ ഞാൻ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. എന്നിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അമ്മ എനിക്ക് പറഞ്ഞു തരും. ഷീ വിൽ റെക്ടിഫൈ മീ, ഏതെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ.